സ്വരാജ് നിലമ്പൂരിൽ പ്രചരണ രംഗത്തുണ്ടാക്കിയ മുന്നേറ്റത്തിൽ അമ്പരന്ന് UDF-ഉം PV അൻവറും വന്നിരിക്കുകയാണ്. സ്വരാജിനെ പ്രകോപിപ്പിച്ചു കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ മുസ്ലിം ലീഗും പ്രതിഷേധം ശക്തമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും പിന്നിട്ടപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും തമ്മിലാണ് മത്സരം നടക്കുന്നത്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് BJPയുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യപ്പെടുമോ എന്ന ചർച്ചയും മണ്ഡലത്തിൽ സജീവമാണ്. ഗത്യന്തരമില്ലാതെ അവസാന നിമിഷമാണ് BJP സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. P അൻവറിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ലഭിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ലഭിച്ചിട്ടില്ല. അതിനു പകരം കത്രികയാണ് ലഭിച്ചിരിക്കുന്ന ചിഹ്നം. അൻവറും UDF-ഉം പിണറായി ഭരണത്തിന് എതിരായ ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാരിന്റെ വികസന രാഷ്ട്രീയവും PV അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയുമാണ്. പിണറായിസത്തിനെതിരെ രംഗത്തിറങ്ങിയ അൻവറും രാഷ്ട്രീയ എതിരാളികളായ UDF-ഉം നിലമ്പൂരിൽ തകർന്നടിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും വൻ നേട്ടമായി മാറും. തന്റെ സാന്നിധ്യം കൊണ്ട് ഇടതുമുന്നണി വിജയിച്ചാൽ അത് പിണറായിയുടെ വിജയമായിരിക്കും. മാത്രമല്ല, മൂന്നാം ഇടതുപക്ഷ സർക്കാരിന് അത് വഴിയൊരുക്കുകയും ചെയ്യും. M സ്വരാജിന്റെ വരവോടെ ഇടതുപക്ഷം വലിയ ആവേശത്തിലാണുള്ളത്. താഴെ തട്ടു മുതൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് CPM സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നത്. PV അൻവറിനോടുള്ള പകയും UDF-ന്റെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകാനുള്ള ആഗ്രഹവുമാണ് CPM പ്രവർത്തകരെ കർമ്മനിരതരാക്കിയിരിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ലഭിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. സ്വരാജ് വന്നതോടെ മത്സരം കടുപ്പമായെന്ന് ഇപ്പോൾ UDF പ്രവർത്തകർ മാത്രമല്ല അൻവർ അനുഭാവികൾ പോലും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ ലക്ഷ്യമിട്ടാണ് എതിരാളികൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്വരാജിന്റെ സ്വീകാര്യതയും UDF-നെയും അൻവർ ക്യാമ്പിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം PV അൻവർ UDF നേതൃത്വത്തിന് മുന്നിൽ വച്ച ഡിമാൻഡും രാഷ്ട്രീയ വിവാദത്തിന് കാരണമായ ഒന്നാണ്. ഈ ഡിമാൻഡ് മുൻനിർത്തി UDF-ഉം PV അൻവറിനെ ഇപ്പോൾ അവസരവാദിയായാണ് ചിത്രീകരിക്കുന്നത്. അതായത് CPM എന്താണോ PV അൻവറിനെ കുറിച്ച് പറയുന്നത് അത് തന്നെയാണ് UDF ക്യാമ്പുകളിലും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. നിലമ്പൂരിൽ സ്വരാജ് ജയിച്ചാലും ഷൗക്കത്ത് ജയിച്ചാലും അത് PV അൻവറിന് വൻ തിരിച്ചടിയാകും. സ്വരാജ് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തിപരമായ ശത്രുവാണ്. ഇപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം ഷൗക്കത്തിനെ പാലം വലിക്കുമെന്നാണ് അൻവർ വിഭാഗം കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോർത്താൻ പറ്റില്ലെന്ന യാഥാർത്ഥ്യം ഇതിനകം തന്നെ അൻവർ ക്യാമ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. പ്രചരണം ശക്തമായി മുന്നേറുമ്പോൾ പ്രചരണ രംഗത്ത് സ്വരാജും ഷൗക്കത്തും ഒപ്പത്തിനൊപ്പമാണെങ്കിലും സംഘടനാ സംവിധാനത്തിൽ ഇടതുപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത്. CPM സംഘടനാ സംവിധാനത്തിന് ഒപ്പമെത്താൻ UDF ഇപ്പോൾ പരക്കം പായുകയാണ്. നിലമ്പൂരിൽ വീണാൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര ഒഴിയേണ്ടി വരുമെന്നതിനാൽ VD സതീശൻ സർവ്വശക്തിയുമെടുത്താണ് നിലമ്പൂരിൽ തമ്പടിച്ച് പ്രവർത്തിക്കുന്നത്. സകല UDF നേതാക്കളും നിലമ്പൂരിലുണ്ട്. സ്വരാജിനെ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചത് അബദ്ധമായി പോയെന്ന തോന്നൽ ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. സ്വരാജ് വിജയിച്ചാൽ സ്വരാജിനെയും CPM-നെയും പ്രകോപിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അച്ചടക്ക നടപടിക്ക് വരെ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. സ്വരാജ് വന്നതാണ് മത്സരം പ്രവചനാതീതമാക്കിയതെന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. സ്വരാജിനായി ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയാണ് നിലമ്പൂരിൽ തമ്പടിച്ച് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും മണ്ഡലത്തിൽ സജീവമാണിപ്പോൾ.